Oh
കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ദിവകൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റങ്ങളുടെ വിശ്വാസത്തെ കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് പോലുമാണ് സാധ്യമാവുക. ബാഹുകോടികളായ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അധികാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുസരണമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പിപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർ വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണത്തെ നാഥാവിനെ വിളിച്ചുകൊണ്ടനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങൾ ഭാര്യമാരോട് ജീവിക്കുകയും സ്ത്രീ ബലഹീന മാത്രമാണെങ്കിൽ ജീവനായകമായ തുല്യ അവകാശം നൽകുകയും അവരോട് ബഹുമാനം നൽകുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കാഠിന്യംകൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട ജോസഫ് കരന്താനത്തച്ഛ, കൊച്ചച്ഛ, പ്രിയ വധൂവരന്മാരെ, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ കുടുംബത്തിലെ 2 പ്രിയ മക്കൾ തമ്പുരാന്റെ ഈ ആലയത്തിൽ ഒന്ന് ചേർന്ന് തിരുസന്നാനിക്ക് മുമ്പിൽ തങ്ങളുടെ ജീവിതത്തിലെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി
ഏക മനസ്സായി ജീവിച്ചു കൊള്ളാം എന്ന് ഏറ്റുപറഞ്ഞ് പുതിയ ഒരു കുടുംബത്തിന് രൂപം നൽകുന്ന മഹനീയമായ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. സ്വർഗം ഇന്ന് ഏറെ സന്തോഷത്തിലാണ്. കാരണം സ്വർഗത്തിൽ പുതിയ ഒരു കുടുംബത്തിന് പേര് എഴുതി ചേർക്കപ്പെടുകയാണ്. ദൈവം ഇന്ന് മാലാഖമാരോടൊപ്പം ചേർന്ന് ഈ കർമ്മങ്ങളുടെ മധ്യേ സന്നിഹിതരായി ഇവരെ ആശീർവദിക്കുകയും ഇവരുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ധന്യ നിമിഷങ്ങളാണ് ഈ വിവാഹത്തിൻ്റെ നിമിഷങ്ങൾ. ദൈവമാണ് ഇവരെ യോജിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വചനം ഓർമ്മിപ്പിക്കുന്നത് പോലെ ഭൂമിയിലെ ഒരു മനുഷ്യർക്കും ഇവരെ വേർപെടുത്താനായിട്ട് കഴിയുകയില്ല. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നാണ് നമ്മളോട് വചനം ഓർമ്മിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് വളരെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. ദൈവം ഇവരെ യോജിപ്പിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചും എബിനെ സംബന്ധിച്ചിടത്തോളം ബില്ലിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ വളർന്നു വരികയും വ്യത്യസ്തരായ മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷതകൾ അവർക്ക് ലഭിക്കുകയും വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന മേഖലകളിലും ഒക്കെ ആണെങ്കിൽ പോലും ഒരുപക്ഷെ വ്യത്യസ്തതകൾ കണ്ടേക്കാം. പക്ഷേ ആ വ്യത്യസ്തതകളെ ഇന്ന് ഒരുമിച്ച് ചേർക്കുകയാണ്. തമ്പുരാൻ ഒരേ മനസ്സിലേക്ക് ഉൾച്ചേർക്കുകയാണ്. ഇനിയും എബിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ബിൽമിയുടെ ഇഷ്ടമാണ്. ബിൽമിയുടെ ഇഷ്ടം എബിന്റെ ഇഷ്ടമാണ്. ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതികളിലൂടെ കടന്നു പോകാൻ പാടില്ല. അതാണ് കുടുംബജീവിതത്തിന്റെ ഒരു ശ്രേഷ്ഠത, ഭദ്രത എന്ന് പറയുന്നത്. പരസ്പരം സ്നേഹിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ കഴിയുക അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ അവിടുന്ന് ഇത്തിരി കൂടി ഇടുങ്ങിയ വഴികളിലേക്കൊക്കെ ഇറങ്ങി വരേണ്ടി വരും. അങ്ങനെ അതുവഴി നിങ്ങൾ മുന്നോട്ട് പോകും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഗട്ടറുകൾ നിറഞ്ഞ വഴികൾ ജീവിതത്തിൽ കിട്ടും. അത് ജീവിതത്തിലെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളും ബുദ്ധിമുട്ടുകളും കുടുംബജീവിതത്തിന്റെ കഷ്ടപ്പാടുകളും ഒക്കെയാണ്. അപ്പോൾ ഈ ഗട്ടറിനകത്ത് ഇറങ്ങുമ്പോൾ ചിലപ്പം നമ്മുടെ വാഹനമൊക്കെ കേടാകാൻ സാധ്യതകളുണ്ട്. അപ്പോൾ കേടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വാഹനം വഴിയിൽ ഇട്ടിട്ട് പോവുകയല്ല ചെയ്യുന്നത്, അത് കെട്ടി വലിച്ചുകൊണ്ട് പോകും. എവിടെയായിട്ടാണ് പോകുന്നത്? വർക്ക്ഷോപ്പിലേക്കാണ് വാഹനം കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നത്. വാഹനം കേടായാൽ നമ്മൾ കെട്ടി വലിച്ചുകൊണ്ട് പോകും. ആ കെട്ടി വലിച്ചുകൊണ്ട് പോകേണ്ട ചങ്ങലകളോ അല്ലെങ്കിൽ വടമോ ആയി മാറേണ്ടവരാണ് ഇവിടെ ഈ തീർത്ഥങ്ങളിൽ പങ്കെടുക്കുന്നവരുള്ളവരും. ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാനായിട്ടുള്ള ചങ്ങലയായിട്ട് വടമായിട്ട് അവരെ കെട്ടിവലിച്ച് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ളവരാണ്, ഉത്തരവാദിത്വം പേർന്നവരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ചുമ്മാ വന്ന് പങ്കെടുത്തിട്ട് പോയാൽ പോരാ, വന്ന് ചാപ്പാടടിച്ചിട്ട് പോയാൽ പോരാ, മറിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇവരുടെ കുടുംബജീവിതത്തെ ഭംഗിയായിട്ട് പോകാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഇനിയും എവിടെയാണ് ഈ കെട്ടിവലിച്ച് എവിടെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്? വർക്ക്ഷോപ്പിലേക്കാണ്. വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സഭയാണ്. അതുപോലെ തന്നെ ആ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് ദേവാലയമാണ്. ദേവാലയത്തിന് ആകുന്ന ആ വർക്ക്ഷോപ്പിലേക്ക് നിങ്ങളുടെ വാഹനങ്ങൾ കയറ്റിയിട്ട് അവിടെ വലിയൊരു മെക്കാനിക്ക് ഇരിപ്പുണ്ട്. മെക്കാനിക്കിനോട് പറയുക, ഞങ്ങളുടെ ജീവിതത്തിലെ വാഹനത്തിന് കേടുപാട് പറ്റി, ഈശോയാകുന്ന വലിയ മെക്കാനിക്കുണ്ട്, അദ്ദേഹം ആ വാഹനം നന്നാക്കി തരും, വീണ്ടും സുഗമമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് ഈ ചക്രം എന്ന് പറയുന്നത് സ്നേഹത്തിലുള്ള ചക്രം. പ്രാർത്ഥനയാകുന്ന ഇന്ധനത്തിലൂടെ നിങ്ങൾ പരസ്പര ഐക്യത്തോടും ധാരണയോടും കൂടി മുന്നോട്ട് പോവുക. ജീവിതത്തിൽ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകും. പക്ഷേ അതിനെ തരണം ചെയ്യുന്നതിലാണ് തിരുക്കുടുംബം. അതിനെ എപ്രകാരം തരണം ചെയ്തു, അതുകൊണ്ടാണല്ലോ അതിനെ തിരുക്കുടുംബം എന്ന് പറയുന്നത്. ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ തരണം ചെയ്യുക. വിശുദ്ധ സെബസ്ത്യാനോസിനെയും അതുപോലെ തന്നെ രക്തസാക്ഷികളൊക്കെ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റിയത് അങ്ങനെയാണ്. തങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളെ ഈശോയുടെ കുരിശിലെ സഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് മഹത്വീകരിച്ചപ്പോൾ അതൊക്കെ തിരുമുറിവുകളായി മാറി. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നിങ്ങൾ തീർച്ചയായിട്ടും കർത്താവിൽ ആശ്രയിക്കാനും ഈശോയോട് പ്രാർത്ഥിക്കാനും ഈശോയാകുന്ന വലിയ മെക്കാനിക്കിന്റെ അടുത്ത് ജീവിതത്തിലെ പ്രശ്നങ്ങളും ഭാരങ്ങളും ഒക്കെ ഇറക്കി വെക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. അതുകൊണ്ട്
ഈ വിവാഹ ബന്ധത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉരുത്തിരിയുന്ന സ്നേഹബന്ധത്തിലൂടെ നല്ല മക്കളെ ദൈവം നിങ്ങൾക്ക് സമ്മാനമായിട്ട് നൽകട്ടെ. മക്കൾ എപ്പോഴും ദൈവത്തിൻ്റെ ദാനങ്ങളാണെന്ന് തിരിച്ചറിയുക. ആ മക്കളെ ദൈവവിശ്വാസത്തിൽ വളർത്തുക. അതുപോലെ തന്നെ ജീവനെ ആദരിക്കാനായിട്ട് പഠിക്കുക. ജീവനെ അതിൻ്റെ ഏത് ഘട്ടത്തിലും ആദരിക്കാനും ജീവനെ ഇരു കരങ്ങൾ നീട്ടി സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കുക. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിൽ മക്കളില്ലാത്ത അവസ്ഥകളിലേക്ക് കടന്നു വരുന്നു. പണ്ട് കാലങ്ങളിൽ 10, 12, 15 പിള്ളേരുണ്ടായിരുന്നത് ഇന്ന് 1, 2 ഒക്കെയായി കുറഞ്ഞു പോയിരിക്കുന്നു. ജീവനെ സ്നേഹിക്കാനും പരിപോഷിപ്പിക്കാനും ആദരിക്കാനും നമുക്ക് മനസ്സില്ലാത്തത് കൊണ്ടാണ് പുതിയ തലമുറ അതിലേറെ പിന്നോക്കം പോയിരിക്കുന്നത്. എത്രയോ പേർക്ക് മക്കളില്ലാതെ വിഷമിക്കുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ ദൈവം സമൃദ്ധമായിട്ട് നൽകുന്ന മക്കളെ ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കാനും അവരെ നല്ല രീതിയിൽ വിശ്വാസത്തിൽ വളർത്തി ഈശോയ്ക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി വളർത്താനുമുള്ള വലിയ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഇന്നേ ദിവസം ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് പരസ്പരമുള്ള സ്നേഹത്തിലൂടെ ഉണ്ടാകുന്ന മക്കളെ ഈശോയ്ക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിനും മാതൃകാപരമായി വളർത്താനുള്ള വലിയൊരു ഉത്തരവാദിത്വം നിങ്ങൾ ഇന്നേ ദിവസം ഏറ്റെടുക്കുകയാണ്. അതുപോലെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി നല്ല തീരുമാനങ്ങൾ നിങ്ങൾ പരസ്പരം ഇനി ആലോചനകൾ നടത്തണം. ഇത് വലിയൊരു സമർപ്പണമാണ്. എൻ്റെ ജീവിതത്തിലെ ഇഷ്ടങ്ങൾ ഞാൻ സമർപ്പിക്കുകയാണ്, എൻ്റെ പങ്കാളിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് എന്ന ചിന്തയോടെ ഇനി നിങ്ങൾ ഏക മനസ്സോടെ ജീവിക്കുക. വചനത്തിൽ തൊട്ട് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്നേഹപൂർവ്വം നമുക്ക് ഈ ദിവസത്തെ നന്ദിയോടെ ഓർമ്മിക്കാം. ഇത് 2 വ്യക്തികളല്ല, 2 കുടുംബങ്ങളല്ല, അനേകം വ്യക്തികൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മയാണ് വിവാഹത്തിലൂടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് മാതാപിതാക്കളെയും വ്യക്തിജനങ്ങളെയും എല്ലാം നന്ദിയോടെ ഓർമ്മിക്കുന്നു. ഈ വിവാഹത്തിൻ്റെ കർമ്മങ്ങൾ ഭംഗിയാക്കുന്നതിന് വേണ്ടി ചെറുതും വലുതുമായ ഒരുപാട് ജോലികൾ ചെയ്യുന്നവരുണ്ട്. ഭക്ഷണം ഒരുക്കുന്നവരും ഫോട്ടോ എടുക്കുന്നവരും വാഹനം ഓടിച്ചവരും അലങ്കരിച്ചവരും വയ്ക്കപ്പെട്ടവരും തുടങ്ങി ഒരുപാട് പേരുണ്ട്. അവരെല്ലാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിങ്ങൾ ഓർമ്മിക്കുക, തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിക്കുക. നിങ്ങൾക്ക് ഈശോയുടെ തിരുഹൃദയത്തിന് അനുരൂപപ്പെട്ട് ജീവിക്കാൻ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകാനായിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹവും സ്നേഹപൂർവ്വം നേരുകയാണ്. ദൈവം നിങ്ങളെ ഒരുമിപ്പിക്കുന്നു എന്നുള്ളതും തിരുക്കുടുംബത്തെ മാതൃകയാക്കുക. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും വിശ്വസ്തതയിലും ജീവിക്കുക. ജീവനെ ഏത് ഘട്ടത്തിലും ആദരിക്കുന്നവരാവുക. അതുപോലെ തന്നെ ഏവരോടും നന്ദിയുള്ളവരായിട്ട് വളരാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹവും ആശംസകളും നേരുകയാണ്. ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാൻ ഇടയാകരുത്. ഇതേ സന്തോഷവും ചൈതന്യവും വിശ്വാസവും പരസ്പരമുള്ള വിശ്വസ്തതയും നിങ്ങളെ മരണം എന്ന് വേർതിരിക്കുന്നുവോ അന്നല്ലാതെ അത് നഷ്ടപ്പെടാനായിട്ട് ഇടയാകരുത് എന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ വിവാഹ ദിനത്തിൻ്റെ മംഗളാശംസകൾ നിങ്ങൾക്ക് 2 പേർക്കും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചിട്ട് നിങ്ങളുടെ കർത്താവായ ദൈവമേ, വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഈ കൂദാശയോഗ്യതയുടെ പരിഗ്രഹം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും പ്രത്യേകതയോടുകൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദ്യം പുരുഷനും ദിവസത്തെ ദൈവമേ, അങ്ങയുടെ പരിപാലനെ ഞങ്ങൾ വാഴ്ത്തും. പര്യാപ്തമാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ും
ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി തെരേസിനെ ഇതിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. തെരേസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി ജോസഫിനെ ഇതിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ നമ്മളുടെ ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം ബന്ധങ്ങൾ ചേർത്തിരിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വാസത്തിലും സ്നേഹത്തിലും മധുരന്മാരെ ബന്ധിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന ഇവരുടെ ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തരുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്ത് നിഷ്കളങ്കമായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. So
സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുക നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിൽ തമ്മിലിവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ മിശിഹായെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിൽ നായകനായ യോസേഫിന്റെയും മാതൃസഭയുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും.
മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മളെ സ്വർഗം തുറന്ന് ഇവർക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്ത ഈ നിമിഷങ്ങളിൽ അതേ അനുഭവത്തിലൂടെ കടത്തിവിട്ട് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചത് ബഹുമാനപ്പെട്ട മാത്യു പുത്തുപ്പറമ്പലച്ചനാണ്, എൻ്റെ ബാച്ചുകാരനാണ്. അച്ഛനും അതുപോലെ തന്നെ ഈ ഇടവേള വികാരിച്ച മണികാടച്ചൻ അച്ഛൻ അത്യാവശ്യം വിവാഹത്തിന് പോകേണ്ടി വന്ന അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. കൊച്ചനുണ്ട് അച്ഛൻ നന്ദി പറയുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട സഭാസം മാടപ്പള്ളിച്ചനെത്തിയിട്ടുള്ള അച്ഛനും അതുപോലെ ഏഞ്ചൽ വാലി പള്ളിയുടെ വികാരിച്ചനായിരിക്കുന്ന ഞങ്ങളുടെ വികാരിച്ചനായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് സത്യാമ്പേശൻ വിവാഹാശീർവാദം കഴിഞ്ഞ് ഉടനെ ഇവിടെ എത്തിയിരുന്നു. അച്ഛൻ അത്യാവശ്യമായിട്ട് ഉള്ളതുകൊണ്ട് പോയി വഴിയിൽ തടസ്സമായിരുന്നതാണ് താമസിച്ചത്. അച്ഛന് നന്ദി പറയുന്നു. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും തലപ്പുറമെ നിന്നൊക്കെ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തി ഏറ്റവും ഹൃദ്യമായ സ്വാഗതവും അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും വന്നതിലുള്ള സന്തോഷവും പങ്കുവയ്ക്കുന്നു. ബന്ധുമിത്രാദികളാണ് ഇവിടെയുള്ള എല്ലാവരും. നമുക്ക് ഇവരുടെ പുതിയ കുടുംബത്തിന് രൂപം നൽകിയ ഈ വിവാഹ ആശീർവാദം വിവാഹം ഉദാശ ആഘോഷിക്കുന്ന സമയമാണ്. അതിൻ്റെ കൗതാശിക ഭാഗം കഴിഞ്ഞു ഈ പങ്കുവയ്ക്കലിൻ്റെയും വിരുന്നിൻ്റെയും ഒക്കെ സമയമാണ്. എല്ലാവരെയും ആ വിരുന്നിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ കുടുംബാംഗം